എച്ചിപ്പാറയിൽ കാട്ടാന വീടിന് മുകളിലേക്ക് തെങ്ങ് മറിച്ചിട്ടു. വരിക്കോട്ടിൽ മൊയ്തീൻകുട്ടിയുടെ വീടിന് നേരെയാണ് കാട്ടാനയുടെ ആക്രമണം നടന്നത്. ആർക്കും പരിക്കില്ല. ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം. രാജ്യത്തെ പൗരാവകാശങ്ങൾ നിഷേധിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. SYS കേരള യുവജന സമ്മേളനത്തിന്റെ ഭാഗമായി തൃശൂരിൽ നടന്ന പൗരാവകാശ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എറിയാട് തെരുവുനായയുടെ ആക്രമണത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. മാടവന, കാട്ടാക്കുളം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് നായയുടെ ആക്രമണമുണ്ടായത്. പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സ തേടി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. എച്ചിപ്പാറയിൽ കാട്ടാന വീടിന് മുകളിലേക്ക് തെങ്ങ് മറിച്ചിട്ടു. എച്ചിപ്പാറ വരിക്കോട്ടിൽ മൊയ്തീൻകുട്ടിയുടെ വീടിന് നേരെയാണ് കാട്ടാനയുടെ ആക്രമണം നടന്നത്. ആർക്കും പരിക്കില്ല. ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം. 64-കാരനായ മൊയ്തീൻകുട്ടിയും ഭാര്യ റംലത്തുമാണ് ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. ദിവസങ്ങളായി പ്രദേശത്ത് ഭീതി പരത്തുന്ന ഒറ്റയാനാണ് തെങ്ങ് മറിച്ചിട്ടത്. വീടിന് കേടുപാടുകൾ സംഭവിച്ചു. മുറ്റത്ത് ആന എത്തിയതറിയാതെ വീട്ടുകാർ മണിക്കൂറുകളോളം ഭീതിയിലാണ് കഴിഞ്ഞത്. പിന്നീട് വനപാലകരും നാട്ടുകാരും ചേർന്നാണ് ആനയെ തുരത്തിയത്. 1 വർഷം മുൻപും ഇവരുടെ തറവാട് വീടിന് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരുന്നു. ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്ന കാട്ടാനയെ കാടുകയറ്റാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. രാജ്യത്തെ പൗരാവകാശങ്ങൾ നിഷേധിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. SYS കേരള യുവജന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൗരാവകാശ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏത് കൊലക്കൊമ്പൻ വന്നാലും നാം ജനങ്ങൾ അനുവദിക്കില്ല എന്ന ദൃഢനിശ്ചയമായിരിക്കണം നമ്മുടെ ഭാഗത്തുണ്ടാകേണ്ടത്. 4 പേർ കൊല്ലപ്പെട്ട സംഘർഷത്തിന് കാരണമായ സമ്പലിൽ മസ്ജിദ് ഭാരവാഹികളുടെ ഭാഗം കേൾക്കുക പോലും ചെയ്യാതെയാണ് സർവേ നടത്താൻ വളരെ ധൃതിയിൽ ഏകപക്ഷീയമായി കോടതി ഉത്തരവിട്ടത്. സർവമതസ്ഥരുടെയും തീർത്ഥാടന കേന്ദ്രമായ അജ്മീർ ദർഗയുടെ അവകാശം സംബന്ധിച്ചുള്ള ഹർജി കോടതിയുടെ പരിഗണനയിലാണ്. ആരാധനാലയങ്ങൾക്കുമേൽ അവകാശവാദം ഉന്നയിച്ച് രാജ്യത്തെ വർഗീയമായി പിളർക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് നടക്കുന്നത് എന്നാണ് ഇതെല്ലാം കാണിക്കുന്നത്. രാജ്യവ്യാപകമായി പൗരാവകാശം നിഷേധിക്കുകയും നിരപരാധികളെ തുറങ്കിലടക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. സംഘപരിവാറിന്റെ ഗുണ്ട സ്ക്വാഡുകൾ സ്വതന്ത്ര സ്ഥാപനങ്ങളെ വേട്ടയാടുകയാണ്. സ്വതന്ത്ര നിലപാടുകൾ സ്വീകരിച്ചതിന്റെ പേരിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്തു. സ്വതന്ത്രമായ അഭിപ്രായം പറയുന്ന മാധ്യമ സ്ഥാപനങ്ങൾ വേട്ടയാടപ്പെടുന്നു. എന്നാൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുകയോ തള്ളിപ്പറയാനോ ഉത്തരവാദപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP, KK രാമചന്ദ്രൻ MLA, ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ സക്കാഫി ചുള്ളിക്കാട്, ഡോക്ടർ ഗൾഫാർ മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. എറിയാട് പഞ്ചായത്തിലെ മാടവന, കാട്ടാക്കുളം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് നായയുടെ ആക്രമണമുണ്ടായത്. പരിക്കേറ്റവർ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. നാട്ടുകാരെ ആക്രമിച്ച നായയെ കണ്ടെത്താനായില്ല. BJPയെ ജയിപ്പിക്കാൻ തൃശൂരിൽ കോൺഗ്രസ് വോട്ട് മറിച്ചെന്ന് DYFI കേന്ദ്ര കമ്മിറ്റി അംഗം ജേക്ക് C. തോമസ്. CPIM ചാലക്കുടി ഏരിയ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിന്റെ 24ാമത് പാർട്ടി കോൺഗ്രസ് അഥവാ അതിന്റെ ദേശീയ സമ്മേളനം വരുന്ന ഏപ്രിൽ മാസം 2 മുതൽ 6 വരെയുള്ള തീയതികളിലായി തമിഴ്നാട്ടിലെ മധുര, ഐതിഹ്യങ്ങളാൽ സമ്പന്നമാക്കപ്പെട്ട മധുര അതിനാതിഥേയമരണാൻ പോവുകയാണ്. മധുര പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി രാജ്യമെമ്പാടുമുള്ള CPIMന്റെ വിവിധ ഘടക സമ്മേളനങ്ങൾക്കാണ് ഈ കാലയളവ് സാക്ഷ്യം വഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ബീഹാർ സംസ്ഥാന സമ്മേളനം അവസാനിച്ച് പുതിയ സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുത്ത വാർത്ത പുറത്തു വരുന്നത്. അതിനോടനുബന്ധിച്ച് നമ്മളുടെ ജില്ലയിൽ ചാലക്കുടിയിലെ പാർട്ടി ഏരിയ സമ്മേളനത്തിന്റെ സമാപനം അതിനായി നമ്മൾ ഒത്തുചേർന്നിരിക്കുകയാണ്.
RSSന് കേരളത്തിൽ എളുപ്പവഴി ഉണ്ടാക്കിക്കൊടുക്കുന്ന തീവ്രവാദി സംഘമായി കോൺഗ്രസ് മാറിയെന്നും ജേക്ക് പറഞ്ഞു. പട്ടണത്തിലൂടെ മാർച്ച് ചെയ്ത ചുവപ്പ് സേനയ്ക്ക് ബാൻഡ് മേളവും വാദ്യമേളങ്ങളും അകമ്പടിയേകി. ആനമല ജംഗ്ഷനിലെ നോർത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി VN രാജൻ നഗറിൽ സമാപിച്ചു. ഏരിയ സെക്രട്ടറി KS അശോകൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ UP ജോസഫ്, PK ഡേവിസ്, ജില്ലാ കമ്മിറ്റി അംഗം BD ദേവസി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ TP ജോണി, KP തോമസ്, ജെനീഷ് P ജോസ്, CK ശശി, CG സിനി എന്നിവർ സംസാരിച്ചു. നന്മവാളൂർ ചെറുവാളൂർ സംഘടിപ്പിക്കുന്ന പുതുവത്സര പുഴയോര ഫെസ്റ്റിന് തുടക്കമായി. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഈ വാളൂരിലെയും ചെറുവാളൂരിലെയും പ്രവാസികളുടെ കൂട്ടായ്മയായി ആരംഭിച്ച നന്മ വാളൂർ എന്ന് പറയുന്ന ഈ സംഘടന ഇത്രയും കാലം ഈ പ്രദേശത്തിൻ്റെ സാംസ്കാരിക മേഖലയിലും അതോടൊപ്പം തന്നെ അവശത അനുഭവിക്കുന്നതിനും രോഗികളും നിരാലംബരുമായ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കൊപ്പം ഈ വാളൂരിൻ്റെ സാംസ്കാരിക മേഖലയിൽ ഒരു ചരിത്രപരമായ ഇടം നേടിക്കൊണ്ട് കഴിഞ്ഞ വർഷം ആരംഭിച്ച പുഴയോര ഫെസ്റ്റ് അടക്കമുള്ള ശ്രീ ജയരാമേട്ടൻ മുൻ പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹത്തെ എല്ലാവർക്കും വേണ്ടി യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം പറയുകയാണ്. അങ്ങനെ ചരിത്രപരമായി ഇടം നേടിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള സാംസ്കാരിക കൂട്ടായ്മകളും നടപ്പാക്കിക്കൊണ്ടാണ് നന്മ വാളൂർ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, അന്നമനടയെ സംബന്ധിച്ച് അന്നമനട ഒരു കലകളുടെയും സംഗീതത്തിൻ്റെയും നാടകത്തിൻ്റെയും സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും കൂടിയ ഒരു ഭൂമിക കൂടിയാണ്. സംഘാടക സമിതി ചെയർമാനും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ സിന്ധു ജയൻ അധ്യക്ഷത വഹിച്ചു. സിനി ആർട്ടിസ്റ്റ് അഞ്ജലി സത്യനാഥ് മുഖ്യാതിഥിയായിരുന്നു. ജനറൽ കൺവീനർമാരായ സാനി ചക്കാലക്കൽ, സലിൽ കുമാർ MA, VG സുമേഷ് കുമാർ, സഗീർ പുളിക്കൽ, PK കോയ, അഡ്വക്കേറ്റ് B ജയരാമൻ, KA നിസാർ, ഫിറോസ്, ജസ്മോൻ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ വിടവാങ്ങിയ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, MT വാസുദേവൻ നായർ എന്നിവർക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് പൊതുസമ്മേളനം ആരംഭിച്ചു. ഡിസംബർ 31 വരെയാണ് പുഴയോര ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇനി മറ്റു വാർത്തകളിലേക്ക്. കൊടകര വാസുപുരം സ്വദേശി ദീപൻ ശിവരാമൻ സംവിധാനം ചെയ്യുന്ന ഉബുറോയ് എന്ന നാടകം കൊടകരയിൽ പ്രദർശനം ആരംഭിച്ചു. കൊടകര ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ ഗാലറിയിലാണ് അവതരണം നടക്കുന്നത്. ഫ്രഞ്ച് നാടക എഴുത്തുകാരനും സംവിധായകനുമായ ആൽഫ്രഡ് ജാറിയുടെ ഉബുറോയ് എന്ന നാടകമാണ് ദീപൻ മലയാളത്തിൽ അവതരിപ്പിക്കുന്നത്. കാലിക പ്രസക്തമായ വിഷയങ്ങൾ പറയാൻ ശ്രമിക്കുന്ന ഈ നാടകത്തിൽ സിനിമാ നാടകരംഗത്തെ പ്രഗത്ഭരായ ജെയിംസ് ഏലിയ, ഗോപാലൻ, ജോസ് P റാഫേൽ എന്നിവരും അഭിനയിക്കുന്നുണ്ട്. കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് നിർമ്മിച്ചിരിക്കുന്ന ഈ നാടകം ഓക്സിജൻ തിയേറ്റർ കമ്പനിയാണ് അവതരിപ്പിക്കുന്നത്. ആളൂർ രാജർഷി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 2000-2001 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും പൂർവ്വ അധ്യാപകരെ ആദരിക്കലും നടത്തി. ഓർമ്മച്ചെപ്പ് 2024 എന്ന പേരിൽ നടത്തിയ സംഗമം പ്രധാന അധ്യാപിക ജൂലിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ അടുത്തിരുന്ന ജോസ് മാഷ് പറയാണ് കുട്ടികളുടെ ഓരോ കാര്യങ്ങളെ എന്ന് പറയാണ്. എന്തായാലും തീർച്ചയായിട്ടും അവരൊക്കെ വിശ്രമ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂർവ്വ വിദ്യാർത്ഥികളായ നിങ്ങളുടെ തേടിയെത്തൽ തന്നെ അവർക്ക് വലിയ ഒരു പോസിറ്റീവ് എനർജിയാണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. കാരണം എനിക്ക് പോലും, ഞാൻ റിട്ടയർ ചെയ്തിട്ടില്ല, ഇനിയൊരു 6 വർഷം കൂടി ഉള്ളൂ റിട്ടയർ ചെയ്യാനായിട്ട്. പക്ഷെ ഇവരുടെ ആ സ്പന്ദനം അധ്യാപിക എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷം. ഒരു പക്ഷേ നിങ്ങൾ ഇരുന്ന ബെഞ്ചുകൾ ഒക്കെ പല പല ക്ലാസ് മുറികളിലായിട്ട് ചെതറി ഇരിക്കുകയായിരിക്കാം. ഓർമ്മച്ചെപ്പ് ജനറൽ കൺവീനർ TP ജിതൻ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ MS അഖിൽ, കമ്മിറ്റി അംഗങ്ങളായ MS സാജിദ്, പ്രജിത സുനിൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പൂർവ്വ അധ്യാപകരായ TA ജോണി, CK ജോസ്, KF ബാബു, KG രാജേശ്വരി, PJ കൊച്ചുമേരി, BJ ആനി, എടത്തട്ടിൽ മാധവൻ, EN മണി, മാഗി ജോസ്, സംസ്ഥാന കായികശാസ്ത്ര മേളകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളായ
എഡ്വിൻ സെബാസ്റ്റ്യൻ, അന്ന മരിയ, EJ സോണിയ, അശ്വിൻ സന്തോഷ് എന്നിവരെ അനുമോദിച്ചു. കൊടുങ്ങല്ലൂർ PBM ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1987 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. 37 വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചിറങ്ങിയ 100ഓളം വിദ്യാർത്ഥികളും അന്നത്തെ അധ്യാപകരും പങ്കെടുത്തു. ചടങ്ങിൽ മൺമറഞ്ഞ സഹപാഠികളെയും അധ്യാപകരെയും അനുസ്മരിച്ചു. പങ്കെടുത്ത അധ്യാപകരെ ആദരിച്ചു. BP അജൻ, അഡ്വക്കേറ്റ് നസീർ അലി, ബിജു ഭാസ്കർ, മധു മേനോൻ, NB ബിജു, ദീപക് ദത്ത്, KR വിജയഗോപാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ മാള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗം നടന്നു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് ആത്തപ്പള്ളി അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ NS വിജയൻ, അഡ്വക്കേറ്റ് OJ ജെനീഷ്, സലി പള്ളിമുറ്റത്ത്, അജയ് കുമാർ, ബാബു ഡേവിസ് കണ്ണമ്പള്ളി, സയ്യിദ് മുഹമ്മദ്, ഡൊമിനിക്, ബിനിൽ, ഷെഫീർ സോയ് കോലഞ്ചേരി, ഹക്കീം ഇക്ബാൽ, KR പ്രേമ, ഷേളി ജോയ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ മൻമോഹൻ സിംഗ് അതിനു മുമ്പ് റിസർവ് ബാങ്കിന്റെ ഗവർണറായിരുന്നു. റിസർവ് ബാങ്കിന്റെ ഗവർണർ സ്ഥാനം വിരമിച്ച ശേഷം ആസൂത്രണ സമിതിയുടെ ഉപാധ്യക്ഷനും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കഴിവ് ആ കാലഘട്ടത്തിലൊക്കെ ഇന്ത്യൻ ജനത അറിഞ്ഞ കാര്യമാണെന്ന് നമുക്കറിയാം. ഒരു രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരു ജീവിത രീതി ആയിരുന്നു എന്നതിൽ പറയുന്നതിൽ ഒട്ടും വിശേഷത്തിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം രാഷ്ട്രീയ രംഗത്തിറങ്ങി മത്സരിക്കാനോ പ്രധാനമന്ത്രി ആവാനോ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയല്ല. വെള്ളാങ്കല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് സമുന്നത നേതാവുമായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ സർവകക്ഷി അനുശോചനം നടത്തി. കോൺഗ്രസ് വെള്ളാങ്കല്ലൂർ മണ്ഡലം പ്രസിഡന്റ് A മുസമിൽ അധ്യക്ഷനായി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ധർമ്മജൻ വില്ലാടത്ത്, CPM ലോക്കൽ സെക്രട്ടറി M മുരളി, CPI പ്രതിനിധി ആലിസ് തോമസ്, BJP പ്രതിനിധി സോമൻ കുറ്റിപ്പറമ്പിൽ, മുസ്ലിം ലീഗ് പ്രതിനിധി വാർഡ് മെമ്പർ സദക്കത്തുള്ള, പാർട്ടി നേതാക്കളായ KH അബ്ദുൾ നാസർ, AR രാംദാസ് ജോസഫ്, സാബു കണ്ടത്തിൽ എന്നിവർ സംസാരിച്ചു. മാള തോംസൺ പോളിക്ലിനിക്, ഹിയർ ലൈഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി സെന്ററും സംയുക്തമായി സൗജന്യ കേൾവി സംസാര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. നിരവധി ആളുകൾ ക്യാമ്പിൽ ചികിത്സ തേടി. പ്രധാന വാർത്തകൾ വീണ്ടും. എച്ചിപ്പാറയിൽ കാട്ടാന വീടിന് മുകളിലേക്ക് തെങ്ങ് മറിച്ചിട്ടു. വരിക്കോട്ടിൽ മൊയ്തീൻകുട്ടിയുടെ വീടിന് നേരെയാണ് കാട്ടാനയുടെ ആക്രമണം നടന്നത്. ആർക്കും പരിക്കില്ല. ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം. രാജ്യത്തെ പൗരാവകാശങ്ങൾ നിഷേധിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. SYS കേരള യുവജന സമ്മേളനത്തിന്റെ ഭാഗമായി തൃശൂരിൽ നടന്ന പൗരാവകാശ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എറിയാട് തെരുവുനായയുടെ ആക്രമണത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. മാടവന, കാട്ടാക്കുളം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് നായയുടെ ആക്രമണമുണ്ടായത്. പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.